നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കുനമുച്ചിയിൽ ഇലക്ട്രിക് ജോലിക്കിടെ യുവാവിന് ദാരുണാന്ത്യം. ചെമ്മണ്ണൂർ മമ്പറമ്പത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികളുമായി പഠനയാത്ര പോയ ബസ് കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ടു. അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. കർണാടക ഹംപിയിലേക്ക് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കർണാടക ഹുബ്ലിയിൽ വെച്ച് ഡിവൈഡറിൽ കയറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഡിങ്കി വള്ളങ്ങൾ നീക്കം ചെയ്യാനായി ചേറ്റുവ പുഴയിൽ തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചേറ്റുവ പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ഡിങ്കി വള്ളങ്ങളും കുളച്ചിൽ സ്വദേശികളുടെ വള്ളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇവ മൂലം വലകൾക്ക് കേടുപാടുകൾ പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വമരുളുന്നു. അൻസാർ വിമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കഴിഞ്ഞ തവണ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇടപെടലിൽ പോലീസ് സാന്നിധ്യം ഉറപ്പാക്കി സുരക്ഷ ഒരുക്കിയതായി UDSF നേതൃത്വം. വാർത്തകൾ വിശദമായി. കൂനമുച്ചിയിൽ ഇലക്ട്രിക് ജോലിക്കിടെ യുവാവിന് ദാരുണാന്ത്യം. ചെമ്മണ്ണൂർ മമ്പറമ്പത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ ബുധനാഴ്ച നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇലക്ട്രിക് ജോലികൾക്കിടെയാണ് വിപിന് ദാരുണാന്ത്യമുണ്ടായത്. സ്കൂളിന്റെ മുൻവശത്തെ ഇരുമ്പ് തൂണിൽ ലൈറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ നിലവിളിയോടെ വിപിൻ മറിഞ്ഞു വീഴുകയായിരുന്നു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. അലുമിനിയത്തിന്റെ കോണിയിൽ നിന്നാണ് വിപിൻ ജോലി ചെയ്തിരുന്നത്. ഈ സമയം യാസിൻ എന്ന സഹപ്രവർത്തകൻ കോണി പിടിച്ച് താഴെ നിൽക്കുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥത തോന്നുന്നുണ്ടെന്ന് വിപിൻ ഇയാളോട് പറഞ്ഞതിനെ തുടർന്ന് വിപിനോട് താൻ കയറിക്കൊള്ളാം എന്ന് യാസിൻ പറയുകയും ചെയ്തു. എന്നാൽ അത് കേൾക്കാതെ വിപിൻ തന്നെ കയറി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാൾ നിലവിളിച്ച് വീണത്. ജോലി ചെയ്യുന്നതിനിടെ വീഴാതിരിക്കാൻ ഇരുമ്പ് തൂണിനുള്ളിലൂടെ കാല് കടത്തി ലോക്കിട്ടിരുന്നതിനാൽ നിലത്തേക്ക് വീഴാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനിടെ വിപിൻ ഛർദ്ദിച്ചതായും പറയുന്നു. കൂടെ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ഇയാളെ ഇരുമ്പ് തൂണിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാതെ വന്നതോടെ ഗുരുവായൂർ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി വിപിനെ താഴെ ഇറക്കി CPR നൽകിയ ശേഷം പോലീസ് ജീപ്പിൽ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി ചെയർമാൻ T. സോമശേഖരൻ, കൌൺസിലർ OG ബാജി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, അംഗങ്ങളായ സാഫിർ ആസീസ്, ആൻലി ജിബിൻ, ജോൺ കാക്കുശ്ശേരി, സിമി സ്റ്റെൽസൺ തുടങ്ങിയവർ ആശുപത്രിയിലെത്തിയിരുന്നു. ഗുരുവായൂർ പോലീസിന്റെയും KSEB ഇൻസ്പെക്ടറേറ്റിന്റെയും കൂനമുച്ചി സെക്ഷന്റെയും ഉദ്യോഗസ്ഥരും സ്കൂളിൽ പരിശോധന നടത്തി. അപകടം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച നടക്കാനിരുന്ന സ്കൂൾ വാർഷികം അധികൃതർ മാറ്റിവെച്ചു. പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലെത്തിച്ച ഭൌതിക ശരീരം പൊതുദർശനത്തിന് ശേഷം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. സുനിതയാണ് വിപിന്റെ മാതാവ്. വിമൽ സഹോദരനാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികളുമായി പഠനയാത്ര പോയ ബസ് കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ടു. അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, അതുൽ, ആവണി, അതുല്യ, അനുഗ്രഹ എന്നീ 4 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മി ശങ്കറിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് കർണാടക ഹംപിയിലേക്ക് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കർണാടക ഹുബ്ലിയിൽ വെച്ച് ഡിവൈഡറിൽ കയറി മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ ബല്ലാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചു. അപകട വിവരം അറിഞ്ഞ് കോളേജ് അധികൃതർ അധ്യാപികയുടെ വീട്ടുകാരും കർണാടകയിലേക്ക് പുറപ്പെട്ടു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഡിങ്കി വള്ളങ്ങൾ നീക്കം ചെയ്യാനായി ചേറ്റുവ പുഴയിൽ തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചേറ്റുവ പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ഡിങ്കി വള്ളങ്ങളും കുളച്ചിൽ സ്വദേശികളുടെ വള്ളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. കർഷകരുടെ വലകൾക്കും കേടുപാടുകൾ പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്.
മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് അറുതി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കടപ്പുറം ഏങ്ങണ്ടിയൂർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ക്ഷേമ വികസന സംഘത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുറമുഖ വകുപ്പ് പരിശോധന നടത്തിയത്. കടപ്പുറം ഏങ്ങണ്ടിയൂർ ഭാഗങ്ങളിൽ പരിശോധന നടത്തി. മെക്കാനിക്കൽ മറൈൻ എഞ്ചിനീയർ എം ജീവാനന്ദന്റെ നേതൃത്വത്തിൽ 14 പേരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. കോഴിക്കോട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി.വി. അനീഷ്, കൊല്ലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ്. സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. പ്രാഥമിക പരിശോധനയിൽ 44ഓളം മുങ്ങിക്കിടക്കുന്ന വള്ളങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. തുറമുഖ വകുപ്പ് കൂടാതെ ഫിഷറീസ് വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് വള്ളങ്ങൾ നീക്കം ചെയ്യുക. വള്ളങ്ങൾ കണ്ടെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. തുടർന്ന് പ്രശ്നത്തിന് പരിഹാര നടപടി സ്വീകരിക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ക്ഷേമ വികസന സംഘം സെക്രട്ടറി എ. രാജേന്ദ്രബാബു, പ്രസിഡന്റ് പി.എം. ഷാഫി, ട്രഷറർ ബക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പ്രസിദ്ധമായ കുന്നംകുളം ഐക്യ സുവിശേഷ മഹായോഗത്തിന്റെ കൊടിയേറ്റം നടന്നു. 56ാമത് സുവിശേഷ യോഗത്തിന്റെ കൊടിയേറ്റം ഐക്യ സുവിശേഷ നഗറിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയിലെ റവറൻ ഫാദർ വർഗീസ് കൂത്തൂർ നിർവഹിച്ചു. ബ്രദർ വിപിൻ വിൽസൺ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി പി. ഷാജൻ മാത്യു, ജോയിന്റ് സെക്രട്ടറി അനിൽ പോൾ, ട്രഷറർ സ്റ്റാൻലി വർഗീസ്, ഡോക്ടർ താജ് പോൾ പനക്കൽ, സംഘം മെമ്പർമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 9 തിങ്കളാഴ്ച മുതൽ 15 ഞായർ വരെയുള്ള ദിവസങ്ങളിലാണ് സുവിശേഷ യോഗങ്ങൾ കുന്നംകുളത്ത് നടക്കുക. റവറൻ DS അരുൺ തിരുവനന്തപുരം, ബ്രദർ ജോബി ജെയിംസ് പമ്പാവാലി, പാസ്റ്റർ ബിജു സേവ്യർ എറണാകുളം, പാസ്റ്റർ പോൾ ബാബു കുന്നംകുളം, പാസ്റ്റർ എബിൻ ജോർജ് UK എന്നിവരാണ് പ്രാസംഗികർ. കുട്ടികളുടെ ബൈബിൾ ക്ലാസ് ഫെബ്രുവരി 14 ശനിയാഴ്ച രാവിലെ 8 മണിക്കും ധ്യാനയോഗം ശനിയാഴ്ച രാവിലെ 10 മണിക്കും നടക്കും. ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് സമാപന യോഗം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വം അരുളുന്നു. അൻസാർ വിമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 വേദികളിലായി 106ഓളം ഇനങ്ങളിലായി 65 കലാലയങ്ങളിൽ നിന്നായി 3000-ലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ആദ്യമായാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ജില്ലാ കലോത്സവം ഒരു വുമൺസ് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് അൻസാർ കോളേജിൽ നടക്കുന്നത്. മത്സരാർത്ഥികൾക്ക് താമസിക്കാനായി അൻസാർ കോളേജിൽ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ നടന്ന വ്യാപകമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കലോത്സവം സമാധാനപരമായി നടത്തേണ്ടതിനായി സംഘാടക സമിതി ഹൈക്കോടതിയെ സമീപിച്ച് കൃത്യമായ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കലോത്സവ വേദികളും പരിസരവും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാകും. അൻസാർ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള വൈദ്യസഹായം നൽകുക. ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓഫീഷ്യൽസിനും വളണ്ടിയർസിനും ഭക്ഷണ വിതരണം കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. 5 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ സ്റ്റേജിതര മത്സരങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ചയും സ്റ്റേജിന മത്സരങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കും നടക്കും. കലോത്സവത്തെ വിദ്യാർത്ഥി സൗഹൃദമാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളതെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ PK ഷിഫാന, ജനറൽ സെക്രട്ടറി V സുഫിയാൻ, ജോൺ, സെക്രട്ടറി അനുഷ റോബി എന്നിവർ അറിയിച്ചു. കലോത്സവത്തിൻ്റെ പേര് വരുന്നത് കലാമേളം എന്ന പേരിലാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ ഈ കൊല്ലത്തെ ഡിസോൺ കലോത്സവം നമ്മൾ പേര് വെച്ചിട്ടുള്ളത്. കലാമേളം എന്ന പേരിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ തൃശ്ശൂർ ജില്ലാ കലോത്സവം തുടങ്ങുന്നത് ഫെബ്രുവരി 5 മുതൽ 9-ാം തീയതി നാളെ മുതൽ 9 വരെയുള്ള ഡേറ്റുകളിലാണ് നമ്മൾ അൻസാർ വുമൻസ് കോളേജ് പെരുമ്പിലാവിൽ വെച്ച് നമ്മൾ അരങ്ങേറ്റം തുടങ്ങുന്നത്. നമ്മൾ ഒരു പ്രത്യേകിച്ച് ഇതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വുമൻസ് കോളേജിൽ വെച്ചിട്ട് നമ്മളൊരു ഡിസോൺ കലോത്സവം അല്ലെങ്കിൽ ഒരു ജില്ലാ കലോത്സവം നമ്മൾ തുടക്കം കുറിക്കുന്നത്. COA തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തി. കുന്നംകുളം CCTV ടവറിൽ നടന്ന ചടങ്ങിൽ COA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് പതാക ഉയർത്തി. സെക്രട്ടറി K മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഓപ്പറേറ്റർമാരും CCTV ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും ആചരിച്ചു. ചാവക്കാട് നഗരത്തിൽ മേഖലാ പ്രസിഡന്റ് RH ഹാരിസ് പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം TK ഷമീർ, മേഖലാ വൈസ് പ്രസിഡന്റ് EJ വർഗീസ്, CA അജിത്ത്, TK ഷാനവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു.
പ്രസിദ്ധമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചയ്ക്ക് 2 മണി മുതൽ CCTV പ്രാദേശിക ചാനലിലൂടെ പൂരാഘോഷം തത്സമയം സംപ്രേഷണം ചെയ്യും. ദേശപ്പെരുമയുടെ വിളംബരവുമായി പ്രശസ്തമായ കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. 22 ഗജവീരന്മാരും തട്ടകത്തിലെ 15 ദേശപൂരങ്ങളും അണിനിരക്കുന്ന പൂരാഘോഷത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു. പൂരദിവസം പുലർച്ചെ 4 മണിക്ക് ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 1:30 മനക്കലെ വേലവരവ് എഴുന്നള്ളിക്കും. ഗജവീരൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പഞ്ചാരിമേളത്തിന് മേളവിഭൂഷൺ വെള്ളിത്തുരുത്തി പ്രഭാകരൻ നായർ നേതൃത്വം നൽകും. വൈകിട്ട് 4:30 മുതൽ 15 ദേശപൂരങ്ങളുടെ ക്ഷേത്രാങ്കണത്തിലേക്കുള്ള വരവ് ആരംഭിക്കും. തുടർന്ന് 6:30 പൂരങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം പൂർത്തിയാക്കി 7:30 ആനപ്പൂരവും കൂട്ടിയെഴുന്നള്ളിപ്പും ആരംഭിക്കും. തലയെടുപ്പുള്ള 22 ഗജവീരന്മാർ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രാമാണ്യത്തിൽ 70ഓളം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം അകമ്പടിയാകും. രാത്രി 9 മുതൽ 10:30 വരെ വർണ്ണാഭമായ തെയ്യം വേലവരവ് നടക്കും. തുടർന്ന് പുലർച്ചെയോടെ പൂരാവർത്തനവും 5 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പുമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 6:30 കൂറ വലിച്ച് കൊടിയിറക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. അന്നംകുളങ്ങര പൂരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി. പൂരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നടന്നുവരുന്നത്. കാണിപ്പയ്യൂരിന്റെ നേതൃത്വത്തിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ദിവസങ്ങളിലായി നടന്ന കലാപരിപാടികൾ പൂരാഘോഷത്തിന്റെ ആവേശകരമായ തുടക്കമായി. ക്ഷേത്രത്തിന് മുൻവശത്തെ വിശാലമായ പാടശേഖരത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് പരിപാടികൾ അരങ്ങേറിയത്. ശ്രീസുധ നാട്യാലയം കലാസമിതികൾ സംയുക്തമായി അവതരിപ്പിച്ച വീരനാട്യം കാണികൾക്ക് ദൃശ്യവിരുന്നായി. ചൊവ്വാഴ്ച രാത്രി നടന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പൂരത്തലനായ ഇന്ന് രാത്രി 8 മണിക്ക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ബ്രോ ഹൗസ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറി. ഗുരുവായൂർ മർച്ചന്റ്സ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ GMA ജനറൽ സെക്രട്ടറി റഹ്മാൻ തിരുനെല്ലൂരിന്റെ കനവായും കഥയായും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ P. സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തക പ്രകാശനവും നിർവഹിച്ചു. ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. വനിതാ വിംഗ് പ്രസിഡന്റ് ടെസ്സി ഷൈജു അധ്യക്ഷത വഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ JK പ്രകാശൻ, സാംസ്കാരിക പ്രവർത്തകൻ സൈനുദ്ദീൻ ഖുറൈഷി, GMA പ്രസിഡന്റ് TN മുരളി, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി രാഖി സുനിൽകുമാർ, ട്രഷറർ നീതു ബിനീഷ് എന്നിവർ സംസാരിച്ചു. 3 പതിറ്റാണ്ട് പിന്നിട്ട ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ജോൺസൺ മാസ്റ്ററിന്റെ സ്നേഹസമ്മാനം ഏറ്റുവാങ്ങി വിദ്യാർത്ഥികൾ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ജോൺസൺ നമ്പഴിക്കാടാണ് തന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിട പറയുമ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹസമ്മാനമായി സൈക്കിൾ നൽകിയത്. വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് സൈക്കിളുകൾ സമ്മാനമായി നൽകിയത്. തികച്ചും അർഹതപ്പെട്ട 13 കുട്ടികൾക്കാണ് ജോൺസൺ മാസ്റ്റർ സൈക്കിളുകൾ സമ്മാനിച്ചത്. വിദ്യാലയത്തിലേക്കും തിരിച്ചു വീട്ടിലേക്കും ദീർഘദൂരം കാൽനടയായി സഞ്ചരിക്കുന്ന നിർധന കുടുംബത്തിലെ കുട്ടികളെയാണ് സമ്മാനത്തിനായി തെരഞ്ഞെടുത്തത്. 31 വർഷത്തെ സേവനത്തിന് ശേഷം ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഘട്ടത്തിലാണ് ജോൺസൺ മാസ്റ്റർ സൈക്കിളുകൾ സമ്മാനിച്ചത്. തന്റെ കുട്ടിക്കാലത്ത് സൈക്കിൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സാധിക്കാതെ പോയതിന്റെ ഓർമ്മയിലാണ് കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനിക്കാൻ തീരുമാനിച്ചതെന്ന് ജോൺസൺ മാസ്റ്റർ പറഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെയധികം ആഗ്രഹിച്ചുള്ള ഒരു സൈക്കിൾ കിട്ടാനായിട്ട്. അന്ന് സൈക്കിള് വാടകയ്ക്ക് എടുത്ത് ഇൻ്റർവെൽ സമയത്ത് 50 പൈസയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ചവിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ജോലിയിൽ കയറുന്ന വരെ ഞാൻ സൈക്കിള് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജോലിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബൈക്ക് മേടിച്ചു. പിന്നെ സൈക്കിൾ ഞാൻ മേടിച്ചിട്ടില്ല. ആഗ്രഹമുള്ള കാലത്ത് കിട്ടിയിരുന്നില്ല. പിന്നെ മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ സർവീസിൽ കയറിയിട്ട് 31 വർഷമായി. അപ്പോൾ 31 വർഷം സർവീസ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കുട്ടികൾക്ക് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾക്ക് സൈക്കിള്. പിന്നെ അവർക്കും വലിയ ഉപകാരമല്ലേ.
കുട്ടികളുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നതും ഈ സ്നേഹസമ്മാനത്തിന് പിന്നിലുണ്ടെന്നും മാസ്റ്റർ വ്യക്തമാക്കി. ഏറെ ദൂരം നടന്ന് തളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് മാസ്റ്ററുടെ സമ്മാനം. ഒരുപാട് സന്തോഷമുണ്ടെന്നും ഏറെ നാളായുള്ള ആഗ്രഹമാണ് മാഷുടെ സമ്മാനത്തിലൂടെ സാക്ഷാത്കരിച്ചതെന്നും കുട്ടികളും പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. മാഷ് പോകുമ്പോൾ മാഷിൻ്റെ ഓർമ്മയ്ക്ക് മറക്കാണ്ടിരിക്കുക. ഇതേപോലെ സൈക്കിൾ വന്നു വളരെ സന്തോഷം. മാഷ് സൈക്കിൾ തന്നെ വളരെ സന്തോഷമുണ്ട്. സൈക്കിൾ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മാഷ് സൈക്കിൾ തന്നു. 13 ആൾക്ക് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിന് വളരെ സന്തോഷം. ഞാൻ സ്കൂൾ ബസ്സിലിടുന്നു. അപ്പോൾ സൈക്കിൾ കിട്ടിയപ്പോൾ പിന്നെ സൈക്കിൾ വരും. അപ്പോൾ എളുപ്പമായി, വരാൻ വേണ്ടിയിട്ട് എളുപ്പമായി. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ സൈക്കിളുകൾ ആശീർവദിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകി. പ്രിൻസിപ്പൽ സന്തോഷ് ടി ഇമ്മട്ടി, പ്രധാനാധ്യാപികയുടെ ചുമതലയുള്ള MJ ജിൽസി, സ്റ്റാഫ് സെക്രട്ടറി ലാർസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവരും മറ്റ് അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രിയ അധ്യാപകൻ സമ്മാനമായി ലഭിച്ച സൈക്കിളിലാണ് ബുധനാഴ്ച കുട്ടികൾ വിദ്യാലയത്തിലേക്ക് എത്തിയത്. വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ തീർക്കുന്ന ജോൺസൺ മാസ്റ്ററുടെ സ്നേഹസമ്മാനം കുട്ടികളുടെ മുഖത്ത് മഴവില്ലഴകുള്ള പുഞ്ചിരിയാണ് വിരിയിച്ചത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ 136-ാം വാർഷികം യൂണിഡോസ് 2K26 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഒരുക്കിയ വാർഷികാഘോഷം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഡെന്നീസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. PK സോഫി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുള്ള മൊമന്റോയും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ നിഷിത ബാബു, പള്ളി ട്രസ്റ്റി CV ജേക്കബ്, PTA പ്രസിഡന്റ് ദിനേഷ് G നായർ, MPTA പ്രസിഡന്റ് രഹന രാജു, സ്റ്റാഫ് പ്രതിനിധി KF ലീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. 30 വർഷത്തോളം UKG അധ്യാപികയായി വിരമിച്ച ആനി ജോസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. പ്രധാനാധ്യാപിക മഞ്ജു ആന്റണി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി NK ഷാജി നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ ആകമാനം ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളം ഏരിയയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. 2019 ആരംഭിച്ച സംയോജിത കൃഷി ഇപ്പോൾ വീടുകൾ തോറും നടപ്പിലാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കുന്നംകുളം ഏരിയയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നടത്തുന്നത്. ഫെബ്രുവരി 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കല്ലുംപുറം വിദ്യാ റീജൻസിയിൽ വെച്ച സംയോജിത കൃഷിയുടെ സംസ്ഥാന ചുമതലക്കാരനും മുൻ ധനമന്ത്രിയും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിക്കും. കടവല്ലൂർ പഞ്ചായത്തിലെ 20 വീടുകളടങ്ങുന്ന 25 ക്ലസ്റ്ററുകളിലായി 500 കുടുംബങ്ങളാണ് സംയോജിത കൃഷിക്ക് തയ്യാറായിരിക്കുന്നത്. ഇവരെ പങ്കെടുപ്പിച്ചുള്ള യോഗങ്ങൾ പൂർത്തീകരിച്ചു. 8 തരം പച്ചക്കറി തൈകൾ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വിതരണം ചെയ്യും. കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും കർഷകരെ സഹായിക്കാൻ കൃഷി ഓഫീസർമാരും പരിജ്ഞാനമുള്ള കർഷകരും അടങ്ങുന്ന സംഘം ആഴ്ചകൾ തോറും ഓരോ ക്ലസ്റ്ററുകളും സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകും. സമ്പൂർണമായ ജൈവകൃഷിരീതി അവലംബിച്ച് രോഗാതുരമാകുന്ന കേരളത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാതൃകയ്ക്ക് ശക്തമായ തുടക്കമായിരിക്കും CPIMന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭമെന്ന് നേതൃത്വം അവകാശപ്പെട്ടു. കർഷകരുടെ വിളകൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുന്നതിന് സംയോജിത കൃഷിയുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തുകയും വിഷുവിനോടനുബന്ധിച്ച് 3 നാൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പച്ചക്കറികൾക്ക് വിപണന കേന്ദ്രം തയ്യാറാക്കുകയും ചെയ്യും. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംയോജിത കൃഷി ജില്ലാ കോർഡിനേറ്ററുമായ M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, ഉഷ പ്രഭുകുമാർ, MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ M ബാലാജി, K കൊച്ചനിയൻ, KB ജയൻ, MK മോഹനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷിക മേഖലയിൽ CPIMന്റെ ഒരു ജനകീയ ഇടപെടലാണ് സംയോജിത കൃഷി എന്ന പേരിൽ കഴിഞ്ഞ 12 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, അങ്ങനെ എല്ലാ ഘടകങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യം വെച്ചാണ് തുടങ്ങിയത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ NT സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PS സജീവൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ PV മധുസൂദനൻ പദ്ധതി വിശദീകരണം നടത്തി. ക്ലബ്ബ് സെക്രട്ടറി KP വിനോദ് കുമാർ, PP പ്രധാൻ, NM ഉണ്ണികൃഷ്ണൻ, CM ഗോപി, NN ദിനേശൻ, സുഗതൻ മച്ചിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചികിത്സയും ആവശ്യമുള്ള രോഗികൾക്ക് കണ്ണടയും ക്ലബ്ബ് സൗജന്യമായി നൽകി.
ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. മനുഷ്യനെ മാനസികമായും ശാരീരികമായും തളർത്തുന്ന ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നത് അത്യന്താപേക്ഷിതമായി ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുകയാണ്. കാരണം ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ് അർബുദം. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ നെഞ്ചിടിപ്പ് കൂടും. വൈകാരികമായി ഉൾക്കൊള്ളാൻ തന്നെ മടിക്കുന്ന രോഗാവസ്ഥ. ജീവിതശൈലിയും ഭക്ഷണത്തിൽ വന്ന മാറ്റവും തുടങ്ങി മദ്യപാനം, പുകവലി എന്നിവയെല്ലാം ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങളാണ്. രോഗം കണ്ടെത്താൻ വൈകുന്നതാണ് ഗുരുതരാവസ്ഥയിലേക്ക് നയിക്കുന്നത്. അതോടൊപ്പം ചികിത്സാ ചിലവും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാകാറുണ്ട്. ഇതോടെ മാനസികമായും തളരുന്ന അവസ്ഥ. നിലവിലെ ബജറ്റിൽ ക്യാൻസർ മരുന്നിന് വില കുറയുമെന്നുള്ളത് രോഗികൾക്ക് ആശ്വാസമാണ്. ലക്ഷണങ്ങളിലൂടെ തുടക്കത്തിൽ രോഗം കണ്ടെത്തിയാൽ നേരത്തെയുള്ള ചികിത്സയിലൂടെ ഒരു പരിധിവരെ രോഗം മാറ്റാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം രോഗിയുടെ മാനസികാവസ്ഥയും രോഗീപരിചരണവുമെല്ലാം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. രോഗത്തെ ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ നേരിടുക എന്നതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ക്യാൻസർ ദിനം ആചരിക്കുന്നത്. യൂണിറ്റി ബൈ യൂണീക്നെസ് എന്നതാണ് ഈ വർഷത്തെ തീം. പ്രതിരോധിക്കാം ക്യാൻസറിനെ ഒത്തൊരുമിച്ച്. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ MP രാജൻ അധ്യക്ഷത വഹിച്ചു. കാട്ടകമ്പാൽ ക്ഷീരസംഘം പ്രസിഡന്റ് അൻവർ ഇഞ്ചിക്കാലിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലജ അരുൺദാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ NK ചന്ദ്രാവതി, നിഖിൽ PP, ജിൻസി സജു, മോനിഷ രജീഷ്, അഞ്ജു സുധീഷ്, സന്ധ്യ ഷിബു, വെറ്റിനറി സർജൻ ജ്യോതി പ്രകാശ് എന്നിവർ സംസാരിച്ചു. 1.5 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. 60 പേർക്ക് 4 ചാക്ക് വീതം 2 മാസത്തേക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. കേന്ദ്ര ബജറ്റ് കടലാമയെങ്കിൽ സംസ്ഥാന ബജറ്റ് കുഴിയാനയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. നീതി നിഷേധങ്ങൾക്കെതിരെ എന്ന പ്രമേയവുമായി സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് CB മുഹമ്മദ് നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നൽകിയ സ്വീകരണത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടേറിയറ്റ് മെമ്പർ TM ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് മുഖ്യാതിഥിയായി. ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PV ഉമ്മർ കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ വൈസ് ക്യാപ്റ്റനും SUEU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അമീർ കോഡൂർ വിഷയാവതരണം നടത്തി. SEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് കുന്നുമ്മൽ, ബീരു P മുഹമ്മദ്, സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ സലീം മാലിക്കൽ, അബ്ദുള്ള ബാബു, ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള കൊച്ചിക്കാരൻ, STU മണ്ഡലം പ്രസിഡന്റ് VP മൻസൂർ അലി, പെൻഷനേഴ്സ് ലീഗ് ജില്ലാ സെക്രട്ടറി ഹംസ മന്ദലംകുന്ന്, MSF ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് നാസിഫ്, ചാവക്കാട് നഗരസഭാ കൗൺസിലർ ആരിഫ് പാലിയൂർ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് പിരിയാൻ പോകുന്ന അവസാനത്തെ മണിക്കൂറിൽ ഒരു ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ സംസ്ഥാനത്തെ എന്നല്ല, ഈ ജീവനക്കാരെ മാത്രമല്ല, ഈ നാട്ടിലെ പൊതുസമൂഹത്തെ മുഴുവൻ അപഹസിക്കുന്നതിന് തുല്യമാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് എത്രമാത്രം ജനവിരുദ്ധമായ നിലപാടാണോ സ്വീകരിക്കുന്നത്, അതിലേറെ ജനവിരുദ്ധമായ നിലപാടാണ് സംസ്ഥാനത്തെ ജീവനക്കാരോടും അധ്യാപകരോടും സ്വീകരിക്കുന്നത് എന്നുകൂടി നമുക്ക് ബോധ്യമാണ്. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ വിദ്യാഭ്യാസ പദ്ധതി സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ 2025-2026 പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി വേലൂരിൽ സമേതം വിമുക്തി ലഹരി വിരുദ്ധ പ്രചരണ പ്രവർത്തനങ്ങളുടെ നാടകയാത്ര സംഘടിപ്പിച്ചു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലും മുതിർന്നവരിലും ഏറെ സ്വാധീനമുള്ള ലഹരിക്കെതിരായുള്ള പ്രചാരണമാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. രാസലഹരികൾക്കൊപ്പം കോവിഡ് കാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള സ്ക്രീൻ അഡിക്ഷനെതിരായുള്ള പ്രചരണ പ്രവർത്തനങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 16 വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നാടകാവതരണം, ലഘുലേഖ വിതരണം, സംവാദങ്ങൾ എന്നിവ ഫെബ്രുവരി 2ാം വാരത്തിൽ നടത്തും. നാടകയാത്രയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യമാണുള്ളത്. കുട്ടികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സംവദിക്കും. ഒരു കേന്ദ്രത്തിൽ കുറഞ്ഞത് 300ഓളം പേരുമായി സംവദിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലായി 15 കേന്ദ്രങ്ങളിലും നാടകയാത്ര എത്തിച്ചേരും. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസന്റ് കൌൺസിലിംഗ് സെൽ ജില്ലാ ഘടകം, തൃശൂർ ജില്ലാ PTA, തൃശൂർ രംഗചേതന, കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ സഹകരണത്തോടെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി, തൃശൂർ ജില്ലാ പഞ്ചായത്ത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ഷെജീന നാസർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S കവിത, പ്രധാനാധ്യാപകൻ MV രത്നകുമാർ, സമേതം അസിസ്റ്റന്റ് കോർഡിനേറ്റർ V മനോജ്, കോർഡിനേറ്റർ PD പ്രകാശ് ബാബു, നാടകപ്രവർത്തകൻ KV ഗണേഷ്, ജില്ലാ PTA സെക്രട്ടറി GB കിരൺ, ലിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു.
കുന്നുകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് സ്കൂളിൽ 23-ാം ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗും 19-ാം ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറിമണിയും നടന്നു. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കുന്നംകുളം ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ ട്രഷറർ മോൺസി P. എബ്രഹാം, കോളേജ് പ്രിൻസിപ്പൽ രമാദേവി, നഴ്സിംഗ് സൂപ്രണ്ട് ഷീബ മാത്യു എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ സിന്ധു റാണി, വൈസ് പ്രിൻസിപ്പൽ അനീറ്റ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ദീപം തെളിയിച്ചു നൽകി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. കൊയ്ത്തും നെല്ല് സംഭരണവും കഴിഞ്ഞ് നെല്ലിന്റെ വില ലഭിക്കാൻ കാത്തിരിക്കുന്ന കർഷകർക്ക് താൽക്കാലിക ആശ്വാസമായിരുന്ന വൈക്കോലിന് ആവശ്യക്കാർ കുറയുന്നു. കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ നൂറുകണക്കിന് കെട്ട് വൈക്കോലാണ് ആവശ്യക്കാരെ കാത്ത് കെട്ടിക്കിടക്കുന്നത്. ജനുവരി ആദ്യ ആഴ്ചകളിൽ വൈക്കോലിന് ആവശ്യക്കാർ മികച്ച വിലയും ഉണ്ടായിരുന്നുവെങ്കിലും കൊയ്ത്ത് വ്യാപകമായതോടെ വില കുത്തനെ ഇടിഞ്ഞു. ആദ്യം കൊയ്ത പാടങ്ങളിലെ വൈക്കോൽ കെട്ടിന് 180 രൂപയ്ക്ക് വിറ്റഴിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിത് കെട്ടിന് 80 രൂപയായി കുറഞ്ഞു. അതിനും ആവശ്യക്കാർ കുറവ്. കന്നുകാലി വളർത്തലിൽ നിന്ന് ക്ഷീരകർഷകർ പിൻവാങ്ങിയതാണ് വൈക്കോലിൻ്റെ ഡിമാൻഡ് കുറയാൻ കാരണമായത്. പണ്ട് പ്രാദേശികമായി തന്നെ വൈക്കോലിന് ആവശ്യക്കാരുണ്ടായിരുന്നു. ചുരുങ്ങിയത് 6 മാസത്തെ തീറ്റയ്ക്കുള്ള വൈക്കോൽ ക്ഷീരകർഷകർ വാങ്ങി സൂക്ഷിക്കുമായിരുന്നു. വർദ്ധിച്ച ചെലവും രോഗബാധയും മൂലം കന്നുകാലി വളർത്തലിൽ നഷ്ടസാധ്യത ഏറിയതോടെ ഭൂരിപക്ഷം പേരും ഈ തൊഴിൽ ഉപേക്ഷിച്ചു. വലിയ ഫാമുകളിൽ വൻതോതിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നതിനാൽ അവിടെയും വൈക്കോലിൻ്റെ സാധ്യത അസ്തമിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യാപാരികൾ വൈക്കോൽ വാങ്ങാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഇപ്പോൾ. 120 രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ വൈക്കോലിലും നഷ്ടം സംഭവിക്കുമെന്ന് കർഷകർ പറയുന്നു. യന്ത്രം ഉപയോഗിച്ച് ഒരു കെട്ട് വൈക്കോൽ കെട്ടാൻ 35 രൂപയാണ് ചെലവ്. കൂലിയും അധ്വാനവും വേറെയും. കൊയ്ത്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ വൈക്കോൽ വിറ്റ പണം കർഷകരുടെ കയ്യിലെത്തുമായിരുന്നു. കൊയ്ത്തുയന്ത്രത്തിൻ്റെ വാടക അടക്കമുള്ള ചെലവുകൾക്ക് ഈ പണം വലിയ ആശ്വാസമായിരുന്നു. എന്നാലിപ്പോൾ പാടത്ത് കെട്ടിക്കിടക്കുന്ന വൈക്കോൽ കെട്ടുകൾ കർഷകർക്ക് മറ്റൊരു ആശങ്കയായി മാറുകയാണ്. വൈക്കോൽ കെട്ടിന് തീകൊളുത്തി രസിക്കുന്ന സാമൂഹിക വിരുദ്ധരും ഭീഷണിയായി നിൽക്കുന്ന വേനൽമഴയും കർഷകരുടെ സ്വൈര്യം കെടുത്തുകയാണ്. ഡിവൈഎഫ്ഐ കാട്ടാക്കമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. വയറേറുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ക്യാമ്പയിന്റെ 18-ാം ഘട്ടത്തിന്റെ ഭാഗമായി മേഖലയിലെ 13 യൂണിറ്റുകളിൽ നിന്നും 4508 പൊതിച്ചോറുകൾ ശേഖരിച്ചാണ് നൽകിയത്. 15 പേർ രക്തം ദാനം ചെയ്തു. മേഖലാ സെക്രട്ടറി VS ലെനിൻ, ട്രഷറർ അനുമോൻ C. തമ്പി, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ TS സുഗേഷ്, KA അഭിരാജ്, MB നിവേദ്, KK ബിജിത്ത്, PJ സിജോ, VS സഞ്ജയ്, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് കനോലി കനാൽ ആഴം കൂട്ടിയപ്പോൾ എടുത്ത മണ്ണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ തള്ളി 1 വർഷമായിട്ടും നീക്കം ചെയ്യാതെ ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥ. തെങ്ങുകളും ഫലവൃക്ഷങ്ങളും ഔഷധച്ചെടികളും ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട്. ഭൂവുടമകളും കർഷകരും പരാതിയുമായി രംഗത്ത്. ചാവക്കാട് നഗരസഭ അതിർത്തിയിലെ കനോലി കനാലിൽ നിന്നെടുത്ത മണ്ണ് കനാലിന്റെ ഇരുകരകളിലുമുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിക്ഷേപിക്കുകയായിരുന്നു. ഉപ്പുരസമുള്ള മണൽ വർഷത്തോളം കിടന്നത് മൂലമാണ് ഫലവൃക്ഷങ്ങളെല്ലാം നശിച്ചത്. ഉടമകളോട് ചോദിക്കാതെയാണ് പറമ്പിൽ മണൽ നിക്ഷേപിച്ചത് എന്ന് പറയുന്നു. പറമ്പിലുള്ള തെങ്ങുകൾ വാടിക്കരിഞ്ഞും ഔഷധച്ചെടികൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ നശിച്ചതായും ഭൂവുടമകളിൽ ഒരാളായ ഡോക്ടർ PV മധുസൂദനൻ പറഞ്ഞു. കയറ്റിയിട്ട മണൽ ദിവസങ്ങൾക്കുള്ളിൽ മാറ്റേണ്ടതായിരുന്നു. എന്നാൽ വർഷം പിന്നിട്ടിട്ടും ഇവ മാറ്റാത്തത് കാരണം ഇറിഗേഷൻ വകുപ്പിന്റെ അലംഭാവമാണെന്ന് ആക്ഷേപമുണ്ട്. കയറ്റിയിട്ട മണൽ പലയിടത്തും കഴിഞ്ഞ മഴക്കാലത്ത് കനോലി കനാലിലേക്ക് ഒലിച്ചിറങ്ങിയതായും പറയുന്നു. കനോലി കനാലിന്റെ തീരത്തുള്ള വീടിന്റെ പറമ്പിലേക്ക് JCB ഉപയോഗിച്ച് മണൽ കയറ്റിയിട്ടതുമൂലം ഇവ വീട്ടുകാരുടെ അടുക്കള ഭാഗം തന്നെ മൂടിയ നിലയിലായിരുന്നു. എന്നാൽ ഇറിഗേഷൻ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പ്രതികരണമുണ്ടായില്ലെന്ന് പറയുന്നു. എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പുന്നൂർക്കുളം പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളംപാട്ടിന് കൂറയിട്ടു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അശോകൻ വെള്ളാമാക്കൽ കൊടിയേറ്റി. പുഴക്കര ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം ഭാരവാഹികളായ KC നിഷാദ്, രാജു ആലങ്ങാട്ട്, ആനന്ദൻ പണിക്കർ, സുമിത്ത് വെള്ളാമാക്കൽ, വെളിച്ചപ്പാട് ധർമ്മൻ കൊട്ടേപ്പാട്ട് എന്നിവർ സംബന്ധിച്ചു. ദിവസവും വൈകിട്ട് 6-ന് ഉച്ചപ്പാട്ട്, ദാരികാവധം കളം, കളം പൂജ, കളംപാട്ട്, കളപ്രദക്ഷിണം, തിരിയൊഴിച്ചൽ, കളം മായ്ക്കൽ എന്നീ ചടങ്ങുകൾക്ക് കല്ലാട്ട് ബേബി കുറുപ്പ് നേതൃത്വം നൽകും. 2.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കളംപാട്ട് ഉത്സവം നാട്ടുതാളത്തോടെ സമാപിക്കും. ചൂണ്ടൽ പഞ്ചായത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പൊതു ടാപ്പ് ദുരുപയോഗം ചെയ്ത വ്യക്തിയിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി. ചൂണ്ടൽ സെന്ററിലെ പൊതു ടാപ്പിൽ നിന്നും
ഹോസ് ഉപയോഗിച്ച് കുടിവെള്ളമെടുത്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കുന്നംകുളം വാട്ടർ അതോറിറ്റി അധികൃതർ നടപടി സ്വീകരിച്ചത്. കുടിവെള്ള ദുരുപയോഗവും ജലമോഷണവും തടയുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതു ടാപ്പിൽ നിന്നും ഹോസ് ഉപയോഗിച്ച് വെള്ളമെടുക്കുക, കണക്ഷൻ വിച്ഛേദിച്ച ലൈനുകളിൽ നിന്നും അനധികൃതമായി വെള്ളം ഉപയോഗിക്കുക, ഗാർഹിക കണക്ഷനിൽ നിന്നും ഗാർഹികേതര ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുക, നിലവിലുള്ള കണക്ഷനുകളിൽ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ പൈപ്പുകൾ നീട്ടുക, ഹോസ് ഉപയോഗിച്ച് കിണറുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ വെള്ളം വഴിതിരിച്ചുവിടുക, ഇത്തരം ക്രമക്കേടുകളോ ജലമോഷണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവ നിയമലംഘനമാണെന്നും ജല അതോറിറ്റിയുടെ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്താക്കൾ കേടായ മീറ്ററുകൾ യഥാസമയം മാറ്റിസ്ഥാപിച്ചും കുടിശ്ശിക കൃത്യമായി അടച്ചു തീർത്തും വിച്ഛേദന നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും ജല അതോറിറ്റി അധികൃതർ അഭ്യർത്ഥിച്ചു. പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടക്കൽ പറവെപ്പുണ്ടായി. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കുങ്കുമപ്പറ, മഞ്ഞൾപ്പറ എന്നിവയും നാണയം, അരി, അവിൽ, മലർ, ശർക്കര, പഴങ്ങൾ, പുഷ്പം എന്നീ പറവെപ്പും നടന്നു. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആനപ്പൂരം, വേല, നാദസ്വരം, കരിങ്കാളി വേല, ശിങ്കാരിമേളം എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രിയിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കരിയന്നൂർ ദേശത്തിന്റെ താലം ക്ഷേത്രത്തിലെത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച CPI അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറിയും ചാവക്കാട് നഗരസഭ 4-ാം വാർഡ് കൗൺസിലർ സഫൂറ ബക്കറിന്റെ ഭർത്താവുമായ തിരുവത്ര കുഞ്ചേരി വാർനാട്ട് ബക്കറിനെ അനുശോചനമർപ്പിച്ച് സർവകക്ഷി യോഗം ചേർന്നു. തിരുവത്ര കുഞ്ചേരിയിൽ നടന്ന യോഗത്തിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AK അബ്ദുൽ ഖാദർ, PK സെയ്താലിക്കുട്ടി, RT ഗഫൂർ, ഹസൻ മുബാറക്ക്, P സതീന്ദ്രൻ, T ദിലീപും ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ സേവന രംഗത്ത് അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പുതിയ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കും. രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംവിധാനങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. അണുബാധ സാധ്യതകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി അത്യാധുനിക ലാമിനാർ ഫ്ലോ സാങ്കേതികവിദ്യയോടുകൂടിയ തിയേറ്ററുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജനറൽ സർജറി, ന്യൂറോ സർജറി എന്നിവയ്ക്കായി പ്രത്യേകം തിയേറ്ററുകളും ഒപ്പം ന്യൂറോ ICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU എന്നിവയും സജ്ജമാണ്. ജർമ്മൻ നിർമ്മിതമായ അത്യാധുനിക ലേക്ക മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി സർജറി മൈക്രോസ്കോപ്പ് ഉടൻ തന്നെ ആശുപത്രിയുടെ ഭാഗമാകും. നിലവിൽ 300-ലേറെ ബെഡുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, കീമോതെറാപ്പി സൗകര്യമുള്ള ഓങ്കോളജി വിഭാഗം, അത്യാധുനിക ലാബ് തുടങ്ങിയവ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ലോകോത്തര ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് മലങ്കര മിഷൻ ആശുപത്രിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജില്ലയിലെ തന്നെ മികച്ച സൗകര്യങ്ങളോടുകൂടിയ ലാമിനാർ ഫ്ലോ തിയേറ്ററുകളും ന്യൂറോ സർജറി വിഭാഗവും തങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നതെന്നും ആശുപത്രി സെക്രട്ടറി KP സാക്സൺ പറഞ്ഞു. ഇന്ന് കുന്നംകുളത്തിൻ്റെ മെഡിക്കൽ ഹബ്ബെന്ന് വരെ ഏറ്റുനിൽക്കുന്നു കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ. ഇനി ഈ 6-ാം തീയതി പുതുതായിട്ട് ന്യൂറോ വിഭാഗത്തിന് സർജറി സംവിധാനത്തോട് കൂടിയിട്ടുള്ള ലാമിനാർ ഫ്ലോ 2 ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU, ന്യൂറോ ICU, ജനറൽ ICU എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സർജിക്കൽ കോംപ്ലക്സ്, സർജറി കോംപ്ലക്സ് ഇവിടെ നിലവിൽ വരികയാണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള ജർമ്മൻ മിഷനറിയുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ലൈക്ക എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ന്യൂറോ സർജറിക്ക് ഉപയോഗപ്രദമാകുന്ന മൈക്രോസ്കോപ്പാണ് നമ്മളിവിടെ സജ്ജമാക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 8:30 ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി പുതിയ ബ്ലോക്കിന്റെ കൂദാശ നിർവഹിക്കും. തുടർന്ന് 9:30 ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന പൊതുചടങ്ങിൽ കുന്നംകുളം MLA AC മൊയ്തീൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് IMA കുന്നംകുളം പ്രസിഡന്റ് ഡോക്ടർ താജ്പോൾ പനക്കൽ, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ആൾത്തറ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുന്നൂർക്കുളത്തിന്റെ നേതൃത്വത്തിൽ ഫാമിലി എവൈക്കനിംഗ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ആൾത്തറ ടൗൺ മസ്ജിദ് ഗ്രൗണ്ടിൽ നടത്തിയ ചടങ്ങ് ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. കുടുംബം, സമൂഹം, ധാർമ്മികത എന്നീ വിഷയത്തിൽ അധികരിച്ച് നടത്തിയ ചടങ്ങിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി TK അഷ്റഫ്, ജില്ലാ സെക്രട്ടറി അൻവർ അബൂബക്കർ തുടങ്ങിയവർ വിഷയാവതരണം നടത്തി.
ജില്ലാ വൈസ് പ്രസിഡന്റ് KM ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ജമാൽ പരുവാണത്ത് അധ്യക്ഷത വഹിച്ചു. റിയാസ് പൂത്തോൾ, അബ്ദുൽ കരീം, ഡോക്ടർ നഹീൽ തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുൽ ലത്തീഫ് സ്വാഗതവും വാജിദ് നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,715 രൂപ. സ്വർണം പവന് 1,17,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 320 രൂപ. ചർമ്മം കാണിപ്പയ്യൂർ ബ്ലോക്ക് റോഡ് കോലാടി ഉക്കുറു മകൻ ജെയിംസ് നിര്യാതനായി. 82 വയസ്സായിരുന്നു. മുൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ് പരേതൻ. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മേരിയാണ് ഭാര്യ. പ്രസ്റ്റീജ്, പ്രിയ എന്നിവർ മക്കളാണ്. കുന്നംകുളം ചിറളയം പരേതനായ കിഴക്കൂട്ട് ഫ്രാൻസിസ് വൈദ്യർ ഭാര്യ ആനി നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ഫെബ്രുവരി 6 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ജെസി ഫ്രാൻസിസ്, ഡോക്ടർ ജോൺ ബോബി, വിമല സെബാസ്റ്റ്യൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുനമുച്ചി ഇലക്ട്രിക് ജോലിക്കിടെ യുവാവിന് ദാരുണാന്ത്യം. ചെമ്മണ്ണൂർ മമ്പറമ്പത്ത് പരേതനായ വിജയന്റെ മകൻ 21 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് 40ഓളം വിദ്യാർത്ഥികളുമായി പഠനയാത്ര പോയ ബസ് കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ടു. അധ്യാപികയ്ക്കും വിദ്യാർത്ഥികൾക്കും പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. കർണാടക ഹംപിയിലേക്ക് പഠനയാത്ര പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് കർണാടക ഹുബ്ലിയിൽ വെച്ച് ഡിവൈഡറിൽ കയറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഡിങ്കി വള്ളങ്ങൾ നീക്കം ചെയ്യാനായി ചേറ്റുവ പുഴയിൽ തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ചേറ്റുവ പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ഡിങ്കി വള്ളങ്ങളും കുളച്ചൽ സ്വദേശികളുടെ വള്ളങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇവ മൂലം വലകൾക്ക് കേടുപാടുകൾ പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിന് പെരുമ്പിലാവ് ആതിഥേയത്വം അരുളുന്നു. അൻസാർ വിമൻസ് കോളേജിൽ ഫെബ്രുവരി 5 മുതൽ 9 വരെ കലാമേളം എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ. കഴിഞ്ഞ തവണത്തെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഇടപെടലിൽ പോലീസ് സാന്നിധ്യം ഉറപ്പാക്കി സുരക്ഷ ഒരുക്കിയതായി UDSF നേതൃത്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.